ഇതിലാരാ ആന്റണി? ആന്റപ്പൻ ഞങ്ങളുടെ റൂംമേറ്റ് ഡോക്ടറെ. അപ്പൊ പേഷ്യന്റ്? പേഷ്യന്റ് ആന്റപ്പന ഡോക്ടറെ. അപ്പൊ നിങ്ങളോ? അവളാണ് ഞങ്ങൾ അവന്റെ റൂംമേറ്റ്സാ ഡോക്ടറെ. അതല്ല മിസ്റ്റർ, ആന്റണീനെ കൂട്ടാതെ നിങ്ങൾ മാത്രം വന്നതിന്റെ കാര്യം എന്താ? പുള്ളി ഇമ്മൊബൈൽ ആണോ? ഡോക്ടർ ഇപ്പൊ പറഞ്ഞൊന്നും മനസ്സിലായില്ല, പക്ഷെ അവന്റെ മൊബൈലൊക്കെ ഉണ്ട്. നിങ്ങളൊന്ന് കാര്യം പറ. ആന്റപ്പൻ ഞങ്ങളുടെ റൂംമേറ്റാ ഡോക്ടറെ. അത് പറഞ്ഞല്ലോ, അതാണോ നിങ്ങളുടെ പ്രശ്നം? അതൊരു പ്രശ്നമാണ് ഡോക്ടറെ. അതെന്താ? അവന് വട്ടാ ഡോക്ടറെ, വെറും വട്ടല്ല മുഴുവട്ട്. എന്തിന്റെ വട്ടാന്നറിയോ? ഫുഡിന്റെ വട്ട്. അവൻ ഫുഡ് ഭ്രാന്തനാ ഡോക്ടറെ. ഇത്രേ ഉള്ളോ? ഇതൊക്കെ ഒരു പ്രശ്നമാണോ? അതൊരു ചെറിയ പ്രശ്നമല്ല ഡോക്ടറെ. വെരി ഇൻട്രസ്റ്റിംഗ്. അതെ, ഈ ആന്റപ്പനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതെ ഡോക്ടറെ, ഈ ആന്റപ്പൻ നന്നായിട്ട് ഫുഡ് ഉണ്ടാകും. അത് പറഞ്ഞാൽ ഞങ്ങൾ അവനെ ഞങ്ങളുടെ കൂടെ റൂമിൽ കൂട്ടി. ഇപ്പൊ ഇവന് 24 മണിക്കൂർ ഈ ഒരു ചിന്തയുള്ളൂ. എല്ലാ ദിവസവും പലതരം വിഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഒരു ദിവസം 5 നേരമൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കും. അല്ല, അപ്പൊ നിങ്ങൾക്കൊന്നും തിന്നാൻ കിട്ടാറില്ലേ? അവൻ കഴിക്കുന്നതിന് പകുതി പോലും കിട്ടിയില്ലെങ്കിലും എനിക്ക് കള കിട്ടാറുണ്ട് ഡോക്ടറെ. അത് ശരി, പിന്നെന്താ പ്രശ്നം? അങ്ങനെ ഒരാൾ കൂടെ ഉള്ളത് നല്ല കാര്യമല്ലേ? എന്റെ പൊന്നു ഡോക്ടറെ, ആദ്യത്തെ ഒരു മാസം ഒരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ തമ്മിലൊരു ഡീൽ ഉണ്ടായിരുന്നു. അവൻ ഫുഡ് ഉണ്ടാക്കും, ഞങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. ഇപ്പൊ അവന്റെ വെപ്പ് കാരണം ഞങ്ങൾ തെണ്ടി കുത്തുവാളെടുത്തിരിക്കുക. ഉറക്കത്തിൽ ഇത് തന്നെ അവന് വെപ്പും തീറ്റും കുടിയും മാത്രം. അത് മാത്രമല്ല ഡോക്ടറെ, മനുഷ്യന്റെ കൂസിലിരിക്കുന്നവർക്ക് ഓരോന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നു. അതും പോട്ടെ, ഇപ്പൊ കുളിക്കാൻ പോകുമ്പോ പോലും അവൻ എന്തെങ്കിലും കഴിക്കാൻ എടുത്തുണ്ടാകും. അതൊക്കെ ഞങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച. പക്ഷെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഇനിയുണ്ടോ സംഭവം? ഇനിയാണ് മെയിൻ. ഇന്നലെ എൻ്റെ ഫൈനൽ ഇയർ റിസർച്ച് പേപ്പർ സബ്മിറ്റ് ചെയ്ത ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. ഞാനാണ് ആകെ ടെൻഷൻ. വീഡിയോ ഇവന്മാരൊന്നും വിളിച്ചിട്ടോട്ട് എടുക്കുന്നില്ല പണ്ടാരാ. എന്താണ് മച്ചു, സീനാണോ? ഒന്നുമില്ലടാ, ഇന്നൊരു PDF സബ്മിറ്റ് ചെയ്യാണ്ട്. അമ്മമാരാണൊന്നും വിളിച്ചിട്ടോട്ട് എടുക്കുന്നില്ല. ഇന്നലെ സബ്മിറ്റും ചെയ്യണം, അത് ടെൻഷൻ. PDF ഞാൻ സെറ്റ് ചെയ്ത് തന്നാ മതിയോ? അതിന് നിനക്ക് PDF ഒക്കെ സെറ്റ് ചെയ്യാൻ അറിയാമേ? സിനിമോനെ അപമാനിക്കല്ലേ, അപമാനിക്കല്ലേ. അല്ലടാ, ഇന്നലെ സബ്മിറ്റ് ചെയ്യണം, അതാ. 2 മണിക്കൂർ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? എടാ 2 മണിക്കൂറൊക്കെ പറ്റും, പക്ഷെ 2 മണിക്കൂറിൽ PDF ആണെന്ന് ഉറപ്പാണ്. കുറച്ച് കാശ് ചെലവുണ്ട്. നീ എന്ത് ചോദിച്ചാൽ ഞാൻ തരത്തില്ലേ? പിന്നെ എന്റെ ലിവറൊന്നും ചോദിച്ചേക്കല്ലേ. 500 രൂപ. 500 ഒന്നൊരു വിഷയമല്ല, പക്ഷെ ഇന്ന് തന്നെ കിട്ടണം സാധനം. ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഭ്രാന്ത്. വിനു, നീ പറഞ്ഞ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് സാധനം? PDF. അതിന് ഞാൻ ഡീറ്റെയിൽസ് ഒന്നും അയച്ചില്ല. നീ ഡീറ്റെയിൽസ് അയച്ചു തന്നാൽ മാത്രമേ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നീ PDF ഒന്ന് കാണിച്ചു. കൊണ്ടുവരാം.
കണ്ടോടാ, അവൻ ആള് വട്ടനാണെങ്കിൽ നമ്മളൊന്ന് മോട്ടിവേഷൻ കൊടുത്തിട്ടാ മിടുക്കനെ PDF കൊണ്ടുവരും. പിന്നെ മോനെ നീ പറഞ്ഞ സ്വയംബൻ PDF. നോ 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 നോ. സ്മൈലേ ആ ആ ആ. ഇതെന്ത് സാധനം? PDF. എടാ മോയിന്റെ PDF അല്ലടാ PDF ആ പറഞ്ഞത്. ഇത് PDF തന്നെ. പോർക്ക് ഡ്രൈ ഫ്രൈ. വട്ടനെ കൊന്നു കളഞ്ഞാല്. അത് മാത്രല്ല ഡോക്ടറെ, ആ ഫുഡിന്റെ പേര് അടി വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിർത്ത് ഇടിയല്ലേ, ബാക്കി ഞാൻ പറയാം. ഇതെന്തായാലും ചുമ്മാ വിട്ടളയാൻ പറ്റില്ലടാ. നിന്റെ ചോറ് പാത്രം അവൻ തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചോദിച്ചിരിക്കും. കേസല്ലേ, അവൻ ഓൾറെഡി സോറിയും പറഞ്ഞതാണ്. എടാ നീ ഇത്ര മൊണ്ണായി പോയില്ലടാ ഇസ്മായിലെ. ഞാൻ എന്തായാലും ചോദിക്കാൻ പോണേ, നട്ടെല്ലുണ്ടെങ്കിൽ കൂടെ വരാം. എടാ നല്ല മഴക്കോളുണ്ടല്ലോ. മഴ മാത്രമല്ലടാ, നല്ലൊരു ഇടി പൊട്ടാനും ചാൻസ് ഉണ്ട്. ഇതിലാരാടാ ഫിറോസ്? ഫിറോസ് ഇതല്ലേ സംഭവിച്ചത്? അങ്ങനെയായിരുന്നു സംഭവിക്കേണ്ടത്, പക്ഷെ സംഭവിച്ചത്. ഞാൻ എന്തായാലും ചോദിക്കാൻ പോണേ, നട്ടെല്ലുണ്ടെങ്കിൽ കൂടെ വരാം. ഫിറോസ് ആരാടാ? ഞാനാ? ആ ഞാൻ തന്നെ. ആശാനെ, ഇത് മറ്റേ ചോറ്റും പത്തനത്തിൽ കളഞ്ഞ കേസാണെന്ന് തോന്നുന്നുണ്ട്. പണി പാളി. നീ ആ ചെക്കൻ്റെ ചോറ് പാത്രം തട്ടിത്തെറിപ്പിക്കല്ലേ? അവൻ ചോറിൽ പുഴുത്തി വെച്ച മുട്ട തന്നില്ല ഏട്ടാ, അതുകൊണ്ടാണ്, അറിയാണ്ട് പറ്റിപ്പോയതാണ്. എടാ ബിരിയാണി മോനെ, ഇനി നീ അധികം കിടന്ന് മൂപ്പിച്ചു കഴിഞ്ഞാൽ നല്ല മട്ടൻ ചാപ്സിന് മട്ടൻ അരിയണ പോലെ നിന്നെ അരിഞ്ഞ് നല്ല മുളക് പൊടിയും കുരുമുളക് ചേർത്ത് വരട്ടിയ മസാലയിൽ ഞാനൊരു ഫ്രൈ ചെയ്യും. ഞാൻ നിന്നെ അണ്ണാക്കി തന്നെ കുത്തിക്കറ്റും, മനസ്സിലായോ? ഐ സി. നിങ്ങളൊരു കാര്യം ചെയ്യും, പുള്ളിനെയും കുട്ടിയും കൂടെ വാ. ആളിപ്പോ എവിടാ? അവൻ വേറെ ഉണ്ടാവാനാ, വീട്ടിലും വല്ല BDF കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരു കാര്യം ചെയ്യും, നാളെ ഞാനൊരു അപ്പോയിൻമെന്റ് തരാം. നിങ്ങൾ പുള്ളിനെയും കൂടി ഇങ്ങോട്ട് വാ, നമുക്ക് ബാക്കി കാര്യം അപ്പം സംസാരിക്കാം. ഓക്കെ ഡോക്ടർ, താങ്ക് യു ഡോക്ടർ.
ആ വരണം വേണ്ട. ഹലോ എൻ്റെ അപ്പ. എവിടെയുണ്ട്? ഞങ്ങൾ പുറത്താണ്. മക്കളെന്നാ വേഗം വീട്ടിലോട്ട് വാ. ഞാനേ PDF സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.